രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുടജാദ്രിയിൽ നിന്നും മൂകാംബിക ദേവിയുടെ ഒരു ഇതുണ്ടെന്നാണ് പറയണത്. എന്തായാലും എങ്ങനെ ഒരു കുടജാദ്രിയിലെ കാറ്റ് നമ്മുടെ ഇവിടേക്ക് വരുന്ന പറയണത്. ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പണ്ട് അച്ഛനൊക്കെ പറയുമായിരുന്നു, നമ്മൾ എഴുന്നേറ്റു എന്നുള്ള സത്യമല്ലേ, എത്രയോ പേര് ഉറങ്ങത്തില്ലേ മരിച്ചു പോകണു. അപ്പം നമ്മൾ എഴുന്നേറ്റ് പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് താങ്ക് യു പറയണം. മഹാദേവനെ പ്രാർത്ഥിക്കുക, ഗണപതിയെ പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. ഇതെല്ലാം പ്രാർത്ഥിക്കുക. ഇതൊക്കെ ധനം വേണമല്ലോ നമുക്ക്. ഇതൊക്കെ പ്രാർത്ഥിച്ച ശേഷം ഭൂമിദേവി കാലുകുത്തുകയാണ്. നമ്മൾ കാലുകുത്തുമ്പോൾ നമ്മൾ ശിവായ ചൊല്ലി മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ചൊല്ലാം. ഓം ഐം ക്ലീം സൗം ക്ലീം നമ ചൊല്ലാം. ആ വെള്ളത്തിൽ സ്വല്പം ഒഴിച്ച് മഞ്ഞപ്പൊടിയും കുത്തി ഒഴിച്ച് നമ്മൾ യാ ദേവി ബ്രഹ്മരൂപേണ നമസ്തസ്യേ നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഉമ്മറപ്പടി തുടങ്ങും. അത് അപ്പോൾ മുൻവശമൊക്കെ തൂത്ത് എല്ലാം അടിച്ചു വരാൻ നേരം ഉണ്ടാവില്ല രാവിലെ ഒന്നും. അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞ് വിളക്കത്തിക്കുമ്പോൾ 5 തിരിയിട്ട് വിളക്കത്തിക്കണം. അത് നിർബന്ധമാണ്. 5 തിരിയിട്ട് വിളക്കത്തിക്കുന്നിടത്ത് ഭദ്രദീപം കത്തിക്കുന്നിടത്ത് മഹാലക്ഷ്മി ഉണ്ടായിരിക്കും. കുറച്ച് പുഷ്പങ്ങൾ തട്ടത്തിലിടുക. തട്ടം ഉണ്ടാവില്ല അതിനകത്ത്. ബ്രഹ്മമുഹൂർത്തത്തിലെ പ്രാർത്ഥനകൾക്ക് ഭയങ്കരമായ ഫലമാണുള്ളത്. അമ്മ, ഈ മന്ത്രങ്ങളും ബ്രഹ്മമുഹൂർത്തവും നമ്മൾ കാലാകാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മന്ത്രങ്ങളും ബ്രഹ്മമുഹൂർത്തവും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? നമസ്കാരം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ രാവിലത്തെ 3 മണി തുടങ്ങി 6 മണി വരെയുള്ളതാണ് സാധാരണയായിട്ട്. അത് ഉദയം അനുസരിച്ചിരിക്കും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം പെട്ടെന്നാവും. കാരണം പ്രകൃതി ഉണരുന്നുണ്ട്. പ്രകൃതി ഉണരുന്നു, നിശബ്ദമാണ്. പക്ഷികളെല്ലാം ഉണരുന്നു, വളരെ നിശബ്ദമാണ്. ആ സമയത്ത് കുടജാദ്രിയിൽ നിന്നും മൂകാംബിക ദേവിയുടെ ഒരു ഇതുണ്ടെന്നാണ് പറയണത്. എന്തായാലും ഒരു കുടജാദ്രിയിലെ കാറ്റ് നമ്മുടെ ഇവിടേക്ക് വരുന്ന പറയണത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പണ്ട് അച്ഛനൊക്കെ പറയുമായിരുന്നു, രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും. ശരിയാണ്, സത്യമാണത്. നമ്മൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര മടിയായിരിക്കും, പക്ഷെ എഴുന്നേറ്റ് പഠിച്ചാൽ മറക്കില്ല. ഇപ്പോഴത്തെ തലമുറ അതല്ല. രാത്രി ഇങ്ങനെ 12-1 മണി, എപ്പോഴാണ് കിടന്നത് 3 മണി, പിന്നെ എണീക്കുന്നത് എങ്ങനെയാണ്? അതൊരു ശരിയായ രീതിയല്ല. നമ്മൾ രാത്രി കൂടുതൽ സമയം ഇരിക്കാതെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ സമയം കിട്ടും കൂടുതലൊന്നാമത്. ഇപ്പോൾ 7 മണിക്ക് എണീക്കുന്ന ആൾ 5 മണിക്ക് എഴുന്നേറ്റ് ആൾക്ക് 2 മണിക്കൂർ കിട്ടിയില്ലേ? എന്തെല്ലാം കാര്യം ചെയ്യാം. മറ്റത് രാവിലെ എഴുന്നേറ്റ് 8:30 പോകണമെങ്കിൽ 8 മണിക്ക് എണീക്കും, ഓടിച്ചാടി എന്തൊക്കെയോ ചെയ്തു ഓടി ജോലിക്ക് പോകണം. അവിടെ കറക്റ്റായിട്ട് ചെല്ലണം. പക്ഷേ ആ വ്യക്തി 5 മണിക്ക് എഴുന്നേറ്റ് എന്തായിരിക്കും നല്ലതല്ലേ? എഴുന്നേറ്റു അവനവൻ്റെ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് സമാധാനത്തിൽ പോകാൻ പറ്റും. എപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവനും ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു 100 ഇരട്ടി ഫലം കൂടുതലാണ്. എന്തെങ്കിലും പ്രത്യേക മന്ത്രങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മളെപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫേസ് ടു നോർത്ത്, വടക്കോട്ട് തിരിഞ്ഞിരുന്ന് കുട്ടികളായാലും വലിയവരായാലും നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കൂടുതലാണ്. നമ്മുടെ പ്രകൃതിയുടെ ദൈവന്മാരാണ് മഹാദേവനും പാർവതിയും. നമ്മൾ ഓരോ ജാതിക്കനുസരിച്ച് പറയാം, ഓരോ നമ്മുടെ സമുദായത്തിനനുസരിച്ച് പറയാം. മഹാദേവനും പാർവതിയും പ്രാർത്ഥിച്ച് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് എന്തായാലും ശരി താങ്ക് യു പറയണം. എഴുന്നേറ്റല്ലോ, നമ്മൾ എഴുന്നേറ്റു എന്നുള്ള സത്യമല്ലേ, എത്രയോ പേര് ഉറങ്ങത്തില്ലേ മരിച്ചു പോകണു. അപ്പം നമ്മൾ എഴുന്നേറ്റ് പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് താങ്ക് യു പറയണം. എന്ത് കാര്യത്തിനും നന്ദി പറയുന്നവനാണ് ദൈവം, ഈ പ്രപഞ്ചം കൂടെ നിൽക്കുള്ളൂ. തെറ്റ് ചെയ്താൽ സോറി പറയുക, നന്ദി പറയുക. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ താങ്ക് യു ടു ദ യൂണിവേഴ്സ് ആണല്ലോ. ഈ മലയാളത്തിലെ പ്രപഞ്ചത്തിന് നന്ദി മാനിഫെസ്റ്റ് ചെയ്യണം. അത് റേക്കികൾ നമ്മൾ റേക്കി പഠിച്ചവരൊക്കെ അങ്ങനെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 3 മണിക്ക് എണീക്കണമെന്നില്ല, 5 മണിക്ക് എണീക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടാനുസരിച്ചാണ് എണീക്കുക. പക്ഷേ സൂര്യോദയത്തിന് മുമ്പ് എന്തായാലും എഴുന്നേറ്റിരിക്കണം, അത് ഉറപ്പാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റേക്കിയിലുള്ള സംഭവം നന്ദി, പ്രപഞ്ചമേ നന്ദി, പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കുക. പ്രപഞ്ചത്തിന് നന്ദി, നമുക്ക് ഈ കെട്ടിടത്തിൽ കിടക്കാൻ സാധിച്ച നന്ദി, നമ്മുടെ ബെഡുണ്ടായ എല്ലാത്തിനും നന്ദി പറയുക. നമ്മൾ നന്ദി പറഞ്ഞ ശേഷം മഹാദേവനെയും പാർവതിയെയും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ കുലദേവതകളെ പ്രാർത്ഥിക്കുക. മാതാപിതാ ഗുരു, മാതാവിനെയും പിതാവിനെയും ഗുരുക്കളെയും കൂടെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കുലദേവരെയൊക്കെ പ്രാർത്ഥിച്ച ശേഷം കുറച്ച് നേരം മിണ്ടാതിരിക്കുക. സൈലൻറ്റ് സേവ് എന്ന് പറയും. സൈലൻ്റ് ആയിട്ടിരിക്കുക കുറച്ച് നേരം. സൈലൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുക. അത് ഭയങ്കര സംഭവമാണത്. അതൊരു അധികം നമ്മുടെ സമയത്തിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പം തിരക്കുള്ള നേരത്തെ പോകേണ്ട ആൾക്കാരാണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സെക്കൻഡെങ്കിലും പറ്റൂലേ, 1 മിനിറ്റെങ്കിലും ഇരിക്കാൻ പറ്റില്ലേ? 1 മിനിറ്റ് ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഇന്ന് നടക്കാനുള്ള കാര്യങ്ങൾ സന്തോഷമായിട്ട് പറയുക. ഇപ്പോൾ ബിസിനസ്സുകാരാണ്, ഇന്ന് എനിക്ക് ഇത്ര രൂപ ലഭിച്ചിരിക്കുന്നു,
ഇത്ര പ്രപഞ്ചത്തിൽ നന്ദി, എനിക്ക് ഇന്ന് ഇത്ര രൂപ ലഭിച്ചത് നന്ദി. ഇപ്പോൾ 5,000 ആണെങ്കിൽ 5,000 ഓരോ ബിസിനസ് അനുസരിച്ചിരിക്കും. ശമ്പളക്കാർക്കാണെങ്കിൽ അത്രയും കിട്ടില്ല. അപ്പോൾ ഈ ശമ്പളക്കാരാണ് ജോലിക്കാരാണ് എന്ത് ചെയ്യും, ഇന്നത്തെ ഓഫീസിൽ എനിക്ക് വളരെ സന്തോഷവും സമാധാനവും ലഭിച്ചത് നന്ദി. അത് പാസ്റ്റേഴ്സാണ് പറയുക എന്നുള്ളത്. അപ്പോൾ നന്ദി, അതിന് നന്ദി ഇരിക്കുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞ് അഫർമേഷൻ. പിന്നെ നമ്മൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണം. നമ്മുടെ ശരീരം ഇങ്ങനെ ബൾക്കായിട്ടിരിക്കില്ലേ, പണ്ട് അമ്മിയൊക്കെ അരയ്ക്കുമ്പോൾ കണ്ടല്ലേ നടു കുനിഞ്ഞിരിക്കണേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതൊന്നും. നിങ്ങളുടെ കാലഘട്ടത്തിൽ അമ്മിയൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നടുക്കെന്താ തേയ്മാനം, നമ്മുടെ ശരീരത്തിന് തേയ്മാനം വരും. പറയില്ലേ മുട്ട് തേഞ്ഞു, നടു തേഞ്ഞു എന്നൊക്കെ പറയില്ലേ. നമ്മൾ കുറച്ചൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ യോഗ പറ്റൂ, യോഗ അല്ലെങ്കിൽ ഒന്നും ഓടിക്കൂടെ, അവിടെ നിന്നിടത്തുനിന്ന് ഓടിക്കൂടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു 5 മിനിറ്റ് അതിന് വേണ്ടിയും. അപ്പോൾ 5 മിനിറ്റ് എഴുന്നേറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കാം. 1 മിനിറ്റ് അഫർമേഷൻ 1 സെക്കൻഡ് മതി പറയാം. അതിനുശേഷം നമ്മൾ കുറച്ച് എക്സസൈസ് 5 മിനിറ്റ് ഒക്കെ ചെയ്യാം. അതിനുശേഷം നമ്മൾ വെള്ളം കുടിക്കുക രാവിലെ. മന്ത്രങ്ങൾ ഇതാണ് തന്നെ മന്ത്രങ്ങൾ. നമഃശിവായ മഹാദേവനെ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ എഴുന്നേൽക്കിട്ട് ബെഡിൽ തന്നെ ഇത് വടക്കോട്ടിട്ടുണ്ട് വിനായകനെ പ്രാർത്ഥിക്കാം. ഗണപതി എല്ലാത്തിൻ്റെയും തടസ്സങ്ങളായിട്ടുന്ന ആളല്ലേ വിനായകരെ. അതായത് ഗുരു ശരണം, ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, ഗണപതിയെ പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. ഇതെല്ലാം പ്രാർത്ഥിക്കുക. ഇതൊക്കെ ധനം വേണമല്ലോ നമുക്ക്. ഇതൊക്കെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ പിന്നെ കരാഗ്ര വസതി ലക്ഷ്മി കരവതി സരസ്വതി അത് ചൊല്ലുമല്ലോ. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ കാലുകുത്തുമ്പോൾ അതായത് മാപ്പ് പറഞ്ഞിട്ട് വേണം കാലുകുത്താൻ. ഭൂമി ദേവി കാലുകുത്തുകയാണ്. നമ്മൾ കാലുകുത്തുമ്പോൾ നമഃശിവായ ചൊല്ലി മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ചൊല്ലാം. ഓം ഐം ക്ലീം സൗം ക്ലീം നമ ചൊല്ലാം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഓക്കെയാണ് നമുക്ക്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഭഗവാനെ തൊഴുത് എപ്പോഴും നമ്മുടെ എല്ലാം കണ്ട് ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ മൊബൈലുണ്ടാവും മിക്കവർക്കും ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ കൈ കാണും. കയ്യിലെല്ലാ ദേവന്മാരും ഉണ്ട്. അത് തൊഴുത ശേഷം വേണം മുഖം കഴുകി, പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് കണ്ണാടി നോക്കി പറയണം നമ്മൾ ഐ ആം ഹെൽത്തി വെൽത്തി ആൻഡ് ലക്കി. ഹെൽത്ത് ഉണ്ടായാലേ നമുക്ക് എണിച്ചെടുക്കാൻ പറ്റുള്ളൂ. വെൽത്ത് ഉണ്ടായാലേ നമുക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ പിന്നെ ലക്കും വേണ്ടേ. ഇതെല്ലാം ലക്കിലേക്ക്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും കണ്ണാടി നോക്കി പറയുക. നമ്മുടെ മുഖം തന്നെ കാണുമല്ലോ കണ്ണാടിയിൽ നോക്കി പറയുക. അങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നമുക്ക് നമഃശിവായ ചെല്ലാം. പിന്നെ കുറച്ച് നേരം ഇരുന്ന ശേഷം, അതായത് ബിഫോർ 6 o'clock 6 മണിക്കോ പല്ല് തേച്ച് മുഖം കഴുകി കുളിക്കാൻ പറ്റും കുളിക്കാൻ ശാരീരിക ബുദ്ധിമുട്ട് കുളിക്കണ്ട. കുളിച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് മുമ്പായിട്ട് ഒരു സ്വസ്ഥമായിട്ട് സ്ഥലത്തിരിക്കുക. നിലത്തിരിക്കുകയായിരിക്കും നല്ലത്. ഒരു മാറ്റൊക്കെ ഇട്ട് നിലത്തിരുന്നിട്ട് ശിവോഹം ചൊല്ലുക. നമ്മൾ ഈ ഇവിടേക്ക് നോക്കി ശിവോഹം, എല്ലാം ശിവമയാണ്. മഹാദേവന് ശിവോഹം 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 എന്ന് 1 സെക്കൻഡ് മതി. സെക്കൻഡ് നോക്കാൻ നിൽക്കണ്ട, ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് പിന്നെയും ചെല്ലാൻ തോന്നും. അത്രത്തോളം പവർഫുള്ളാണ് ആ മഹാദേവൻ്റെ ഇതിന്. അതിനുശേഷം നമ്മൾ വിളക്കത്തിക്കുക. അല്ലെങ്കിൽ ഒരു നാണയം കയ്യിലെടുത്തിട്ട് ധനം വരാനായിട്ട് സ്മരം യോനിം ലക്ഷ്മിയും ഹൃദയമതി എന്ന് പറഞ്ഞാൽ സൗന്ദര്യലേഖയിലെ 33-ാമത്തെ ശ്ലോകമാണ്. അത് ചൊല്ലുക. അത് 3 പ്രാവശ്യം ചൊല്ലാം, 108 പ്രാവശ്യം ചൊല്ലാം. 108 പ്രാവശ്യം ചൊല്ലുകൾക്കൊക്കെ നല്ല അനുഭവം ഉണ്ടായിരിക്കണത്. ആ ചൊല്ലിയ പൈസ പൊതിഞ്ഞ് ഒരു പച്ച തുണിയിലോ അതിന് പൊതിഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞ തുണിയിൽ തുണിഞ്ഞ് നമ്മുടെ പേഴ്സിൽ വയ്ക്കുക. എടുക്കരുതെന്നും. അങ്ങനെ നിരന്തരം ചെയ്യുന്നവർക്ക് ദൈവാദിനം വരും. പിന്നെ വിളക്കത്തിക്കണം. പുരുഷന്മാർ വിളക്കത്തിക്കില്ല, കത്തിച്ചും തെറ്റൊന്നുമില്ല. ഇപ്പോൾ സ്ത്രീകളെ കത്തിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യേണ്ട കാര്യം ഞാനീ പറഞ്ഞത്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ കുടി കഴിഞ്ഞ് വിളക്കത്തിക്കുക. ഈ തലയിൽ തുണി വെച്ചുകൊണ്ട് വിളക്കത്തിക്കരുത്. അത് സിനിമയിലും സീരിയലിലേക്കുള്ളൂ. കാരണം തുണി വെച്ചിട്ട് തുണി കഴിച്ച് വെള്ളം ഉണങ്ങൂലോ, തല എന്തായാലും ഉണങ്ങും. എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ട്, മുടിയൊന്നും വീഴരുത് വിളക്കത്തിക്കുമ്പോൾ. മുടി കെട്ടി വെച്ച ശേഷം നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതായത് മഞ്ഞൾ ഉപ്പും കൂടിയിട്ട് വെള്ളം, നമ്മൾ മഞ്ഞൾ ഉപ്പ് ജവാദ് അല്ലെങ്കിൽ സുഗന്ധമുള്ള എന്തെങ്കിലും ഒക്കെ ഇട്ട് വെച്ചേക്കണം. ഏലക്ക പച്ചക്കറിപ്പൂരൊക്കെ ഇട്ട് ഒരു കുപ്പിയിൽ വെച്ചേക്കുക. അതിന് കുറച്ച് വെള്ളം എടുത്ത്, എന്നാൽ കിണ്ടിയിൽ വെള്ളം വയ്ക്കും പൂജാമുറിയിൽ. ആ വെള്ളത്തിൽ സ്വല്പം ഒഴിച്ച് മഞ്ഞപ്പൊടിയും കുത്തി ഒഴിച്ച് നമ്മൾ യാ ദേവി ബ്രഹ്മരൂപേണ നമസ്തസ്യേ നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഉമ്മറപ്പടി തുടങ്ങും. അതായത് മുൻവശത്തെ ഉമ്മറപ്പടി ഉണ്ടല്ലോ, അത് തുടയ്ക്കണം ഈ മഞ്ഞവെള്ളം ഒഴിച്ചിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ നെഗറ്റീവ് എനർജിയും പോയി പോസിറ്റീവ് എനർജി അകത്തേക്ക് വരാനായിട്ട്, ലക്ഷ്മി ദേവി വരാനായിട്ട്. എന്നിട്ട് വിളക്കത്തിക്കും. നമ്മൾ അടിച്ചുവാരി തുടച്ചിട്ടാണ് വിളക്കത്തിക്കണത്. അപ്പോൾ മുൻവശമൊക്കെ തൂത്ത് എല്ലാം അടിച്ചുവാരാൻ നേരം ഉണ്ടാവില്ല രാവിലെ ഒന്നും. അപ്പോൾ അടിച്ചുവാരി കഴിഞ്ഞ് വിളക്കത്തിക്കുമ്പോൾ 5 തിരിയിട്ട് വിളക്കത്തിക്കണം. അത് നിർബന്ധമാണ്. 5 തിരിയിട്ട് വിളക്കത്തിക്കുന്നിടത്ത്, ഭദ്രദീപം കത്തിക്കുന്നിടത്ത് മഹാലക്ഷ്മി ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് പുഷ്പങ്ങൾ തട്ടത്തിലിടുക. തട്ടം ഉണ്ടാവില്ല അതിനകത്ത്. പിന്നെ ഒരു കർപ്പൂരം വെച്ചിട്ട്, നമുക്ക് കുലദേവതയൊന്നും നമുക്ക് അറിയില്ല നിൽക്കുക. അച്ഛൻ്റെ അമ്മയുടെയും കുലദേവത ആരത് അറിയില്ല എന്ന് വിചാരിക്കുക. അറിയണവർക്ക് പോകാം, എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ദൂരെയൊക്കെ ആയിരിക്കും.
അപ്പോൾ ഒരു കർപ്പൂരം ഇട്ട് ഈ ചന്ദനത്തിരി കൊണ്ട് ഈ വിളക്കിന് കത്തിക്കരുത്. നമ്മളെപ്പോഴും വിളക്ക് ഒരിക്കലും ലൈറ്റർ വെച്ചോ തീപ്പെട്ടി വെച്ചോ കത്തിക്കരുത്. ഒരു കൊടിവിളക്ക് ഒന്നുമില്ല, ഈ കൊടിവിളക്കില്ലെങ്കിൽ ചെരാതിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടായാൽ മതി, പ്രശ്നം തോന്നും. ആ ചെരാതിനെ എടുത്തുകൊണ്ട് കത്തിക്കുമ്പോൾ എൻ്റെ അച്ഛൻ വഴിയുള്ള കുലദേവതയും അമ്മ വഴിയുള്ള കുലദേവതയും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ച് ആ ആരതി ഒഴിയുക. അപ്പം തന്നെ നമുക്ക് കുറേ വ്യത്യാസം വരും. പിന്നെ പുഷ്പങ്ങളൊക്കെ ചുറ്റും വയ്ക്കുക, ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കുക. അതോടുകൂടി ആ വിളക്ക് കത്തിക്കണം പരിപാടി തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമശിവായ നാരായണ ജലം നമുക്ക് അറിയുന്ന നാമങ്ങൾ ചൊല്ലാം. നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ ഒരു അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ഭർത്താവിന് പോകണം, വേണ്ടേ? അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും, ഒരു നമശിവായ നാരായണ ചൊല്ലിയിട്ട് നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാം. നാരായണ മന്ത്രം ജപിച്ചിട്ട് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിന് പോസിറ്റീവ് എനർജി ഉണ്ടാവും. അത് കഴിക്കുന്നവർക്ക് ഒരിക്കലും നെഗറ്റീവായ തോട്ട്സ് വരില്ല. വളരെ നല്ലതാണ്. ഒന്ന് നമോ നാരായണ, അല്ലെങ്കിൽ വെറും നാരായണ ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ കൃഷ്ണായ നമാന്ന് ചൊല്ലിക്കൊണ്ട്, എന്തെങ്കിലും ചൊല്ലിക്കൊണ്ട് നമുക്ക് ചെയ്യാം. ഈ നാരായണൻ കൃഷ്ണയൊക്കെയാണ് സാധാരണ വിചാരിക്കാറ് നമ്മൾ. മഹാദേവനെ വിളിക്കുമ്പോൾ ഇഷ്ടമുള്ള ദേവനെ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം പാകം. ഈ മന്ത്രം ജപിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതം ഉണ്ടാവും? ആ ഭക്ഷണത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതിൻ്റെ പിന്നെ ഒരു കഥയും പറയാം. ഒരു സന്യാസി, വളരെ സത്യസന്ധന നല്ലൊരു സന്യാസി. അപ്പോൾ അദ്ദേഹത്തെ രാജാവ് വിളിച്ചേക്കാണ്. സ്വീകരിച്ച് രാജാക്കന്മാരെ സന്യാസിമാരെയൊക്കെ ബഹുമാനിക്കും. ഇപ്പോഴത്തെ മാതിരിയല്ല, കാലൊക്കെ കഴിച്ചൊക്കെ കൂട്ടിക്കൊടുന്നേക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു സ്വർണത്തിൻ്റെ ഗ്ലാസ് കാണാനില്ല. അതെവിടെ പോയി? അവിടെയൊക്കെ അന്വേഷിച്ചു. ഇത് സ്വർണ്ണമാകുമ്പോൾ ശ്രദ്ധിക്കില്ല എല്ലാവരും, ഒക്കെ എടുത്തു നോക്കി, കണ്ടില്ല. അപ്പം നോക്കിയപ്പോൾ ഈ സന്യാസി സഞ്ചി കിടക്കേണ്ട ഈ ഗ്ലാസ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴാണ് സന്യാസി വെച്ചാൽ അയ്യോ ഞാൻ ഈ ഗ്ലാസ് എടുത്ത് വയ്ക്കേണ്ട കാര്യം എന്താ? അപ്പോഴാണ് മനസ്സിലായത് പാചകം ചെയ്യുന്ന ആൾ, ആദ്യം പാചകം ചെയ്യുന്ന സന്യാസിനായിരുന്നു, ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യമായിട്ട് പോയപ്പോൾ പകരൊരാളെ വെച്ചു, അയാൾ കളനായിരുന്നു. അയാൾ ചെയ്ത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ സന്യാസി സ്വഭാവം തന്നെ മാറി. അതായത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കുക. തഥാസ്തു. ഞാനല്ല പറയുന്നത്, നമ്മളല്ല പറയുന്നത്, പ്രപഞ്ചമനി തഥാസ്തു. അപ്പം നമ്മളെപ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുണ്ടാക്കാവൂ. അതാണ് നാരായണ മന്ത്രം ജപിക്കുക. അപ്പോൾ വേറെ ചിന്തിക്കില്ലല്ലോ. അങ്ങനെ ജയിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവർക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും, നല്ല സ്വഭാവം ഉണ്ടാവും. പഴയ കാലത്ത് അമ്മമാരൊക്കെ കുളിച്ച അടുക്കളയിൽ നിന്ന് നാമജലം കെട്ടില്ലേ, ഇതാണ് കാരണം. ഇപ്പം അതൊന്നും ഇല്ല. അപ്പോൾ കുളിക്കാതെ അടുക്കളയിൽ കയറും. സമയമില്ല, കാരണം ലേറ്റായിട്ട് ഉറങ്ങണു, മൊബൈല് അല്ലേ, അതിലെ കാരണം. കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങളും അതല്ല, ഈ മൊബൈൽ നോക്കി നിന്നിട്ടാണ് നേരം പോയിക്കണത്. അതുകൊണ്ട് പഴയ ജോലികളൊന്നും ഇപ്പം ഇല്ല. പണ്ട് അരക്കി പിടിക്കൊന്നും വേണ്ട, ഇപ്പോൾ എന്താണ് എല്ലാം മെഷീനല്ലേ, അരയ്ക്കാനൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലേറ്റായിട്ട് കിടന്നാൽ ലേറ്റായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ നേരത്തെ കിടക്കുക, ഒരു 10 മണിക്ക് മുമ്പ് കിടക്കുക, 5 മണിക്ക് എണീക്കുന്ന ശീലം വന്നാൽ വളരെ നല്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് എന്ത് പ്രാർത്ഥന നടക്കും? ഇപ്പം നമുക്കൊരു കാര്യം നടക്കണം, 3 മണിക്ക് എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകിയാൽ, പല്ല് തേച്ചിലും കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ രാത്രി പല്ല് തേച്ചിട്ടാണ് കിടക്കുന്നത്, അവിടെ ഇരുന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടന്നിരിക്കും. ഒരു ദിവസം കൊണ്ടൊന്നും നടക്കും. എനിക്ക് അനുഭവമുണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, നിരന്തരമായി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ 3 മാസം പിടിക്കും, ചിലപ്പോൾ 1 വർഷം പിടിക്കും. പക്ഷെ നടക്കും, അത് മുടങ്ങാതെ ജപിക്കാം. അതിന് പെലവാലായ അശുദ്ധമൊന്നുമില്ല. നമ്മൾ ഭഗവാനോട് പറയല്ലേ ഇന്ന കാര്യം നടക്കണം, എനിക്ക് ഭഗവാൻ നടത്തി തരണം, ഇത് മാത്രമല്ലേ പറയുള്ളൂ. അത് തന്നെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണത് അല്ലേ, വൈബ്രേഷനായത്. അങ്ങനെ വരുമ്പോൾ നടക്കും, എനിക്ക് ഉറപ്പുണ്ട് നടക്കും. അത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നടന്നിട്ടുണ്ട്, നടക്കില്ല എന്ന് വിചാരിച്ചാൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്കെന്ന് പറയുമ്പോൾ ഈ രാവിലെ വിളക്കെത്തിക്കുന്നത് ഒരു 6 മണിക്ക് മുമ്പ് എന്തായാലും നമ്മൾ വിളക്കെത്തിക്കും. അപ്പോൾ 6:30 ആയിട്ടാണ് നേരം വിളക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ഉദയം അതിന് 24 മിനിറ്റ് മുമ്പാണ് വിളക്കെത്തിക്കുന്നത്. അതൊക്കെ ബ്രഹ്മമുഹൂർത്ത സമയമാണ്. ബ്രഹ്മമുഹൂർത്തത്തിലെ പ്രാർത്ഥനകൾക്ക് ഭയങ്കരമായ ഫലമാണുള്ളത്. ഇപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖം കുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്മരമ്യോലി ചൊല്ലി നോക്കും, തന്നെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അത് ചൊല്ലില്ലാരും, മടിയാ. കുളിക്കണം, എണീക്കാന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തണുപ്പല്ലേ, ആ സമയത്ത് എണീക്കാതെ നേരത്തെ 3 മണിക്കൊക്കെ എണീക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എഴുന്നേറ്റാൽ നല്ലതാണ്, വളരെ പവർഫുള്ളായിരിക്കും.